യാത്ര പോയ കിലാബ് എന്ന മകൻ അന്ന് ചെറുപ്പക്കാരനാണ്. വാപ്പ ഉമയ്യത്ത് ബിൻ അഷ്കർ എന്നവർക്ക് മോനെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായി. ഇന്നത്തെ പോലെ ഒരു സംവിധാനവുമില്ല. പോയാൽ പോയി തിരിച്ചു വരുമ്പം കാണുക എന്നതല്ലാതെ പഴയ കാലത്ത് നമ്മളൊക്കെ കത്തെഴുതിയിട്ട് വിട്ടിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്ക്, ഉമ്മ മക്കൾക്ക്, വാപ്പ മകനോട്, മകൻ വാപ്പക്കൊക്കെ കത്തെഴുതി. അത് കഴിഞ്ഞ് പിന്നെ കാസറ്റ് റെക്കോർഡ് ചെയ്ത് വിടുന്ന കാലമായി. ഞാൻ ടേപ്പ് റെക്കോർഡ് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഇവിടുന്ന് 1 മണിക്കൂർ അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്തയക്കുക. ഓർമ്മയുണ്ടോ? അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഓൺ ടൈം. അന്നൊക്കെ ഒരു കാര്യം ചോദിച്ച് മറുപടി കിട്ടണമെങ്കിൽ മാസങ്ങൾ കഴിയും. അതുകൊണ്ട് ത്വലാഖിൻ്റെ എണ്ണമൊക്കെ കുറവായിരുന്നു. ദേഷ്യം പിടിച്ച് മറുപടി പറയണമെന്ന് വയ്യല്ലോ. മറുപടി കൊടുക്കണമെങ്കിൽ 1 മാസം കഴിയും, അപ്പോഴേക്ക് തണുക്കും. അങ്ങനെ മനുഷ്യനുമായുള്ള കമ്മ്യൂണിക്കേഷൻ അത് ഏറ്റവും പരിമിതമായ ഒരു കാലഘട്ടമായിരുന്നു 7-ാം നൂറ്റാണ്ടിൻ്റെ ഈ പരിസരങ്ങളൊക്കെ. 7-ാം നൂറ്റാണ്ടിൻ്റെ ഈ കാലഘട്ടം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം. ഐല എന്ന് പറയുന്ന നാടിൻ്റെ സമരമുന്നേറ്റത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന കിലാബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കൊതിയായി നടന്ന ഒരു വാപ്പയാണ് ഉമയ്യത്ത് ബിൻ അഷ്കർ. വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അള്ളാഹു ജന്മന സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരു ബന്ധമാണ്. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. മനുഷ്യൻ വെറുതെ അങ്ങ് ജീവികളിൽ നിന്ന് പരിണാമം സിദ്ധിച്ചുണ്ടായതാണ് എന്ന വാദങ്ങളൊക്കെ പൊളിച്ചെഴുതുന്നതാണ് മക്കളോട് മനുഷ്യൻ കാണിക്കുന്ന, മാതാപിതാക്കൾ കാണിക്കുന്ന ഈ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഉദാഹരണം. നമുക്ക് കേവലം ഒരു ബയോളജിക്കൽ എൻറ്റിറ്റി എന്നതിനപ്പുറം വികാരവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭാവഭേദങ്ങളും ഒക്കെയുള്ളവനാണ് മനുഷ്യൻ. ഒരു കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് വാപ്പയോട് പറഞ്ഞു കൊടുക്കണ്ട, ഉമ്മയോട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന്. പക്ഷെ മക്കളോട് പറയണം, വാപ്പയെ സ്നേഹിക്കണം, ഉമ്മയെ സ്നേഹിക്കണം. അത് ഖുർആൻ പറഞ്ഞു. ഖുർആൻ എന്ത് പറഞ്ഞില്ല? മാതാപിതാക്കളോട് മക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തേ? അത് ജന്മന ഉള്ളതാണ്, പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞാലും വാപ്പയും ഉമ്മയും മക്കളെ സ്നേഹിക്കും, അങ്ങനെയല്ലേ? ഇതിനെക്കുറിച്ച് മക്കൾക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ദീൻ വേണം, അതിന് സംസ്കാരം വേണം. അതാണ് ഇസ്ലാം ചെയ്തത്. മകനെ കാണണമെന്ന് കൊതിയായി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വസതിയിൽ വന്നിരിക്കുന്ന ഉമയ്യത്ത് ബിൻ അഷ്കർ റളിയല്ലാഹു അൻഹു എത്രയോ കാലമായി അമീറുൽ മുഅ്മിനീൻ എൻ്റെ മകനെ കണ്ടിട്ട്. ലിമൻ ശൈഖാനി ഖദ് നശദാ കിലാബാ കിതാബല്ലാഹി ലൗ അഖലൽ കിതാബ يناديني فيعرض في إباء فلا وأبي كلاب ما أصابا إذا سجعت حمامة في بطن واد إلى بيضاتها أدعو كلابا. വാപ്പയുടെ മനസ്സിൽ കിടക്കുന്ന മകനോടുള്ള സ്നേഹം, മകനെ ഒരു നേരം കാണണം എന്ന പിതാവിൻ്റെ ആഗ്രഹം ചില വരികളായി, കവിതയായി ആ പിതാവിൻ്റെ വായിലൂടെ വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സാഹൂദം അത് ശ്രദ്ധിച്ചു കേൾക്കുന്നു. തറക്ത അബാക മുർഇശതൻ യദാഹു വഉമ്മക മാ തസീഗു ലഹാ ശറാബാ فإنك والتماس الأجر بعدي كباغ الماء يلتمس السرابا. ഉമറേ, അമീറുൽ മുഅ്മിനീനെ, ആർക്ക് വേണ്ടിയാണോ, ഏതൊരു കിലാബെന്ന് പറയുന്ന മോന് വേണ്ടിയാണോ ഈ കരങ്ങൾ വിറക്കുന്നതെന്നറിയുമോ? കിലാബെന്ന മകനെ ഒരു നോക്ക് കാണാൻ വെള്ളം തൊണ്ടയിൽ നിന്നിറങ്ങാതെ വിഷന്നയായി തളർന്നു കിടക്കുന്ന ഒരു മാതാവുണ്ട്, അമീറുൽ മുഅ്മിനീൻ. എൻ്റെ വീട്ടിൽ കിലാബിൻ്റെ ഉമ്മ, എൻ്റെ ഭാര്യ. ഞങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ മാടപ്രാവുകൾ മനോഹരമായതിൻ്റെ
ചില ശബ്ദമുയർത്തുമ്പോൾ, അത് മുട്ടയിട്ട് വിരിയുമ്പോൾ, ആ കുഞ്ഞിനെ കാണുമ്പോൾ, മാടപ്രാവിൻ്റെ സന്തോഷം മുഖത്ത് കാണുമ്പോൾ, എൻ്റെ കിലാബിനെ ഒന്ന് കാണിച്ചു കൊടുത്തു മോനെ, ഇങ്ങനെ ഒന്ന് വളർന്ന് വലുതായി കുഞ്ഞായി വന്ന കാലം നിനക്കോർമ്മയുണ്ടോ എന്ന് ഞങ്ങളുടെ ഗതകാല ചരിത്രം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കിലാബിനെ കിട്ടിയിരുന്നെങ്കിൽ. മനോഹരമായ വരികളാണ്. ഇദാ സജഅത് ഹമാമത്തുൻ ബിബത്നി വാദിൻ ഇലാ ബൈളാതിഹാ അദ്ഉ കിലാബാ فإنك والتماس الأجر بعدي. ഒരു സൈന്യത്തിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാൻ നീ പോയതാണെന്നും, നീ പോയത് ഏതെങ്കിലും നിന്റെ ഒരു പ്രിയതമയുടെയോ അല്ലെങ്കിൽ കാമുകിയുടെയോ ഗേൾഫ്രണ്ടിൻ്റെയോ കൂടെയല്ലെന്നും എനിക്കറിയാം കിലാബേ. നിങ്ങൾ പോയത് അള്ളാഹു നൽകുന്ന പ്രീതിയുടെ റബ്ബിൻ്റെ പ്രതിഫലത്തിൻ്റെ വഴിയിലാണെന്നും എനിക്കറിയാം. എന്നാൽ വാപ്പയായ എന്നെ കാണാതെ, വാപ്പയായ എന്നെ ഒന്നൊന്ന് കാണാതെ എന്ത് പ്രതിഫലമാണ് കിലാബേ നിങ്ങൾക്ക് വേണ്ടത്? കബാഹുൽ മാഇ യൽതമിസുസ് സറാബാ. വെള്ളം കുടിക്കാൻ ദാഹിച്ചു നിൽക്കുമ്പോൾ ഒരു മരീചികയുടെ പിന്നാലെ ദാഹാർത്ഥനായി ഓടിച്ചെല്ലുമ്പോൾ ജലാശയമെന്ന് തോന്നിക്കുന്നത് വെറും ഒരു തോന്നലായിരുന്നു എന്ന് തിരിച്ചറിയുന്ന പോലെ എൻ്റെ പ്രതിഫലം എന്നെക്കൊണ്ട്, എന്നിലൂടെ എൻ്റെ അരികത്ത് വന്നിരുന്ന് എനിക്ക് സേവനം ചെയ്തു ഒരു നോക്ക് കാണാൻ കിലാബേ നിന്നെ കിട്ടാതെ എന്ത് പ്രതിഫലമാണ് കിലാബേ നീ ഓടി നടക്കുന്നത്? നിനക്കൊന്ന് വന്നൂടെ എന്ന് ആരോടായി പറയുന്നത്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്. ചരിത്രങ്ങളിൽ അപൂർവമായി കിടക്കുന്ന ഒരു പൈതൃ, പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴമാണ് ഇവിടെ കഴിയുന്നത്. ജോലിക്ക് പോകുന്ന ഉപ്പ, കൂലിപ്പണിക്ക് പോകുന്ന ഉപ്പ, കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഉപ്പ, ഒരുപക്ഷെ യൗവനകാലം അധ്വാനിച്ച് മക്കളെ ഒന്ന് കാണാനോ, മക്കളെ ഒന്ന് താലോലിക്കാനോ, അവരെയൊന്ന് തലോടാനോ, ഒന്ന് കളിപ്പിക്കാനോ നേരം കിട്ടാതെ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ ഓടിപ്പോകുന്ന വാപ്പയും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ തൻ്റെ മക്കൾ അരികത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ചെറുപ്പത്തിൽ അവരെ കിട്ടിയിട്ടില്ല. വാപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്ക് മക്കൾ കിടന്നുറങ്ങി. വാപ്പ പോകുമ്പോൾ മക്കൾ ഉറങ്ങുകയാണ്. അതിരാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന നാട്ടിലുള്ള ഉപ്പമാർക്ക് പോലും മക്കളെ കളിപ്പിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ പ്രവാസ ലോകത്ത് നിൽക്കുന്ന, നാട് വിട്ടുപോയ ജോലിയും അധ്വാനത്തിലും മുഴുകിക്കഴിയുന്ന തൻ്റെ മക്കളെ ഒന്നൊരു നോക്ക് കാണാൻ 2 വർഷമോ അതിലേറെയോ കഴിഞ്ഞ് കാത്തിരിക്കുന്ന, മക്കളെ ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും തിരിച്ചു പോകാൻ സമയമായെന്ന് പറഞ്ഞ് കണ്ണീരോടെ മക്കളെ ഉമ്മ വെച്ച് താഴെ വെച്ച് വണ്ടി കയറി ഫ്ലൈറ്റ് കയറാൻ പോകുന്ന പിതാവിൻ്റെ മനസ്സിൻ്റെ നൊമ്പരം ഈ പിതാവിൻ്റെ വാക്കുകളിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞ ഈ വാക്കുകളിലുണ്ട്. മാതാപിതാക്കളുമായുള്ള ഈ ബന്ധം അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചു കൊടുത്തതാണ്. വാപ്പക്ക് മക്കളോടുണ്ടത്, ഉമ്മക്ക് മക്കളോടുണ്ട്, മാതാപിതാക്കൾക്ക് അവരുടെ സന്തതികളോടുണ്ട്. വ്യത്യാസങ്ങളില്ലാതെ താൻ ജന്മം നൽകിയ മക്കളോട്, താൻ ഗർഭം ധരിച്ച മക്കളോട് ഉമ്മയും ഉപ്പയും കാണിക്കുന്ന ഈ ബന്ധത്തെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉയർത്തി കാണിക്കുന്നത്. അനിഷ്കുർലീ വലിവാലിദൈക്, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണമെന്ന് അല്ലാഹു പറയുമ്പോൾ ആ നന്ദിയാണ് 5 നേരത്തെ നിസ്കാരം, ആ നന്ദിയാണ് നോമ്പ്, ആ നന്ദിയാണ് സകാത്തും ഹജ്ജും. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതെല്ലാം നന്ദിയാണെങ്കിൽ, അള്ളാഹുവോടുള്ള നന്ദി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള നന്ദി ആരോടാണെന്നറിയോ? ആരോടാ? വലിവാലിദൈക്, നിന്റെ ജനനത്തിന് കാരണമായ ബയോളജിക്കൽ റീസൺ എന്ന് പറയുന്നത് നിന്റെ ഉപ്പയാണ്, നിന്റെ ഉമ്മയാണ്. എന്നോട് നന്ദി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്ദി കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്നത് ആരാണ്? നിന്റെ ഉമ്മയാണ്, നിന്റെ ഉപ്പയാണ് എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അനിഷ്കുർലീ വലിവാലിദൈക്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ കാലിൻ്റെ താഴെ സ്വർഗമന്വേഷിക്കേണ്ടവരാണ് നമ്മൾ.
അവരോടുള്ള കടപ്പാടിൻ്റെ, ബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അടുപ്പത്തിൻ്റെ തണലിലായി സ്വർഗം ലഭിക്കുമെന്ന് പഠിപ്പിച്ചു പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാസങ്ങളോളമായി നാട് വിട്ടുപോയ ഐല എന്ന് പറയുന്ന ദൂരദേശത്ത് കിടക്കുന്ന കിലാബ് എന്ന് പറയുന്ന മോനെ കാണാൻ കൊതിച്ച ഉമയ്യത്ത് ഇബ്നു അഷ്കർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഉമർ തങ്ങളുടെ മുമ്പിൽ വന്ന് പാടിയ വരികളാണത്. ലിമൻ ശൈഖാനി ഖദ് നശദാ കിലാബാ കിതാബല്ലാഹി ലൗ അഖലൽ കിതാബാ യുനാദീനി ഫയുഅരിദു ഫീ ഇബാഇൻ فلا وأبي كلاب ما أصابا فإنك والتماس الأجر بعدي كباغ الماء يلتمس السرابا. എനിക്കെൻ്റെ മോനെയൊന്ന് കാണണം, കിലാബിനെയൊന്ന് കാണണം, എൻ്റെ മോനെൻ്റെ അരികത്തിരിക്കണം എന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പിതാവിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതി ഐലയിലേക്ക്, കിലാബേ നിങ്ങൾ അടിയന്തിരമായി മദീനയിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ കിലാബിനെ മദീനയിലേക്ക് വരുത്തിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോഴേക്കും 20 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കിലാബ് എന്നവർ മദീനയിൽ തിരിച്ചെത്തുമ്പോൾ. എന്തിനാണ് തിരിച്ചു വിളിക്കുന്നത്? എന്തിനാ തിരിച്ചു? വാപ്പ മരിച്ചിട്ടല്ല, ഉമ്മ മരിച്ചത് കൊണ്ടല്ല, പിന്നെയോ ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ കൊതിയുണ്ടായിരിക്കെ ഒരു നോക്ക് കാണാൻ അവസരം കൊടുക്കാതെ മരണപ്പെട്ട് കിടക്കുന്ന ഉമ്മയെയും ഉപ്പയെയും ആ നേരം വരെ ഒന്ന് നോക്കാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതെ മരണപ്പെട്ട് കിടക്കുന്ന മാതാപിതാക്കളുടെ ചേതനയറ്റ ശരീരത്തിൻ്റെ അരികത്ത് വന്ന് വിതുമ്പി കരഞ്ഞിട്ട് എന്ത് കാര്യം? ആ കരച്ചില് കാണാൻ അവരുണ്ടോ? ആ സാന്നിധ്യം അറിയാൻ അവരുണ്ടോ? അവരുടെ അസാന്നിധ്യത്തിലുള്ള ഈ കരച്ചിൽ കൊണ്ട് എന്ത് കാര്യം? അവരെ ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ കാണണമെന്ന് കൊതിയുണ്ടായിട്ട് ഒരാഗ്രഹം നടത്തി കൊടുക്കാൻ കഴിയുകയെന്നത് ദീനിന്റെ കാഴ്ചപ്പാടിൽ യുദ്ധത്തിന് പോകുന്ന പട്ടാളത്തിന്റെ നേതാവായ കിലാബ് റളിയല്ലാഹു അൻഹുവിന്റെ ദൗത്യത്തെക്കാൾ വലുതാണ് ഈ പിതാവിന്റെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം സാധിപ്പിക്കലെന്ന് തിരിച്ചറിയുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതൊരു ചെറിയ വിഷയമാണോ? വാപ്പക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തിരിച്ചു വരണം. അങ്ങനെയാണ് നമ്മുടെ മക്കളൊക്കെ ദൂരെ പോകണം, യൂറോപ്പിൽ സെറ്റിൽ ആവണം, കാനഡയിൽ സെറ്റിൽ ആവണം, അമേരിക്കയിൽ സെറ്റിൽ ആവണം. കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. ഗൾഫ് നാട്ടിൽ സെറ്റിൽ ആവണം. സ്വന്തം ഉമ്മയും ഉപ്പയും അതവർക്ക് പൊരുത്തമാണെങ്കിലേ നാട്ടിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കാനും ചെലവ് കൊടുക്കാനും ആവശ്യമായ ഒരവസരം നാട്ടിലുണ്ടായിരിക്കെ മാതാപിതാക്കൾ പോവരുത് എന്ന് പറഞ്ഞിട്ടും നാട് വിടുകയാണെങ്കിൽ അത് മഅസിയത്താണ്, പാതകമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. അവസരമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതം വാങ്ങിക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വിളിച്ചു വരുത്തി, കിലാബ് തങ്ങളെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, കിലാബേ, നിന്റെ വാപ്പ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഉമർ തങ്ങൾ ഈ പാട്ട് ആ വാപ്പയോട് 2-3 തവണ ആവർത്തിച്ച് പാടിപ്പിച്ചു. അതുകൊണ്ടാണ് ഇത് ചരിത്രത്തിന്റെ ഭാഗമായത്. അങ്ങനെ ഉമർ തങ്ങളുടെ സദസ്സിലുള്ള മുഴുവൻ ആളുകളും ഈ പാട്ട് കേട്ടു. അന്ന് പിന്നെ ഒരു തവണ കേട്ടാൽ 4000 വരികളൊക്കെ ഒരു തവണ കേട്ടുകൊണ്ട് മനഃപ്പാഠമാക്കിയ മഹദിയാണ്. 4000 വരികളുള്ള വലിയൊരു കാവ്യം മനഃപ്പാഠമാക്കിയ മഹദിയാണ് ആര്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എന്തായിരിക്കും ആ മെമ്മറിയൊക്കെ? നമ്മൾ 4 പേജ് മനഃപ്പാടാക്കുമ്പോഴേ കമ്പ്യൂട്ടർ മെമ്മറി എന്നൊക്കെ പറയും. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മെമ്മറി എന്തായിരിക്കും? 10 ലക്ഷം ഹദീസ് അതിൻ്റെ സനദോടെ മത്തിനോടെ മനഃപ്പാഠമാക്കിയ മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളുടെ മെമ്മറി എന്തായിരിക്കും? 7 ലക്ഷം ഹദീസുകൾ അതിൻ്റെ സനദിലും മത്തിനിലും കൃത്യമായി മനഃപ്പാഠമാക്കിയ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ എന്തായിരിക്കും ആ മെമ്മറിയൊക്കെ? ഈ കവിത ഉമർ റളിയല്ലാഹു അൻഹു ഫഅൻഷദഹു ലഹു, മഹാനവറുകൾ എനിക്ക് പാടിത്തരണം. ഫസ്തൻഷദ അശ്ശിഅറ, ഈ പാട്ട് എനിക്ക് വീണ്ടും പാടിത്തരണമെന്ന് ഉമർ തങ്ങൾ പറയുകയും
ആ പിതാവ് പല തവണയായി ഉമർ എന്നവരുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പാടുകയും ചെയ്തു. ഉമർ തങ്ങൾ ചോദിച്ചു, കിലാബേ, വാപ്പക്ക് നീ എന്താണ് ചെയ്തു കൊടുത്തിരുന്നത്? പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ പിതാവിന് ഒട്ടകത്തിൻ്റെ പാല് കറന്നു കൊടുത്തിരുന്നത് ഞാനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഹ്ലിബ് ലനാ ലബനാ, അതുകൊണ്ട് മോനെ, ഒരു കപ്പ് പാല്, ഈ ഒട്ടകത്തിൻ്റെ പാല് നീ ഒന്ന് കറന്നുവാ. എന്നിട്ട് വാപ്പ ഉമയ്യെ വിളിച്ചു, ഉമയ്യത്ത് ബിൻ അഷ്കർ തങ്ങളെ വിളിച്ചു. അദ്ദേഹം ഓടി വന്നു. വാപ്പയാണെങ്കിലോ മകനെ കണ്ടിട്ടില്ല, കാണാതെ കിലാബ് എന്ന മോനെ റൂമിൽ അടച്ചു വെച്ച്, അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കാൻ വേണ്ടി പറഞ്ഞ്, കിലാബ് എന്ന മകന്റെ കയ്യാൽ കറന്നു വെച്ച പാല് ഉമയ്യത്ത് ബിൻ അഷ്കറിന്റെ കയ്യിലേക്ക് ഉമർ എന്നവർ നൽകി. ആ പാലിങ്ങനെ കുടിക്കുമ്പോ, ഇന്നി ലഅശുമ്മു റായിഹത യദൈ കിലാബ്, അത്ഭുതമേ, ആ പിതാവ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ പാലിൻ്റെ കൂടെ എൻ്റെ കിലാബിൻ്റെ കൈകളുടെ മണം ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ. മകനെ കണ്ടിട്ടില്ല വാപ്പ. മകനെ കൊണ്ട് കറന്നു വെച്ച പാല് വാപ്പയെ കൊണ്ട് കുടിപ്പിക്കുമ്പോൾ വാപ്പ പറയാൻ, ഇതെൻ്റെ മോൻ്റെ മണമാണല്ലോ. ഇന്നീല അശുമ്മു റായിഹതക യദൈ കിലാബ്, എൻ്റെ മോൻ കിലാബിൻ്റെ കൈകളുടെ മണമുണ്ടല്ലോ ഈ പാലിന് എന്ന് പറഞ്ഞപ്പോ ഫബകാ ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ആ ഒരു സ്നേഹം കണ്ടപ്പോ എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, കിലാബേ, പുറത്തേക്ക് വാ. ഹാദാ കിലാബ് ഫദമ്മഹു ഇലൈഹി, വാപ്പയും മോനും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഏതാനും മാസങ്ങളുടെ, ഏതാനും വർഷങ്ങളുടെ ഒരു ഗ്യാപ്പിന് ശേഷം തൻ്റെ പിതാവിനെ, തൻ്റെ മോനെ കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചാലിംഗനം ചെയ്ത് കരയുന്നത് കണ്ടപ്പോ ഖാല ഉമറു അമീറുൽ മുഅ്മിനീൻ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജാഹിദ് ഫീ അബവൈക്, കിലാബേ, ഇനി ധർമ്മസമരത്തിന് വേണ്ടി ഐലയിലേക്ക് പോവണ്ട, ഷാമിലേക്ക് പോവണ്ട. നിന്റെ ജിഹാദ് നിന്റെ മാതാപിതാക്കളുടെ കൂടെയാണ്. അവരോടുകൂടെ നീ സ്നേഹത്തോടെ കഴിയുന്നതാണ് നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ധർമ്മസമരമെന്ന ഏറ്റവും വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഉമർ റളിയല്ലാഹു അൻഹു. ജാഹിദ് ഫീ അബവൈക്, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയമാണ് ഈ ദീനിന് ചോര ചിന്താൻ പോകുന്ന നിന്റെ ധർമ്മസമരത്തേക്കാൾ വലുത് എന്ന് നമ്മുടെ 21-ാം നൂറ്റാണ്ടിലെ നമ്മുടെ 2K മക്കളോടും ആൽഫ മക്കളോടും തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ചങ്ങാതിമാരെക്കാൾ, നിങ്ങളുടെ കൂട്ടുകാരെക്കാൾ, സമപ്രായക്കാരെക്കാൾ, അവരൊക്കെ നിങ്ങളുടെ സൗഹൃദ വലയങ്ങളായിരിക്കാം. എന്നാൽ അതിനേക്കാളൊക്കെ നിങ്ങളുടെ നല്ലൊരു വാക്കും, നിങ്ങളുടെ നല്ല ഒരു നോട്ടവും, നല്ല ഒരു സ്പർശവും അനുഭവിക്കേണ്ടത്, കിട്ടേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ്. മഹാനായ അല്ലാമ ഇബ്നു അബ്ദുൽ ബർ തങ്ങൾ, ഹാദൽ ഖബറു സ്വഹീഹുൻ, ഇത് സ്വഹീഹായ സംഭവമാണ്, ഉമർ തങ്ങളുടെ മുമ്പിലുണ്ടായ അനുഭവം ചരിത്ര പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയതാണ് എന്നുകൂടെ പറയുമ്പോൾ ഈ വിഷയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം എത്ര ശക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. فإنك والتماس الأجر بعدي كباغ الماء يلتمس السرابا. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. മോണോത്തീസം, ലോകത്തിൻ്റെ സൃഷ്ടാവ് ഒരുവനാണ് എന്ന, ലോകത്തിന് ഒരേ ഒരു പടച്ചവനേ ഉള്ളൂ എന്നും പ്രവാചകന്മാർ പഠിപ്പിച്ച ആ പടച്ചവൻ്റെ പേര് അല്ലാഹ് സുബ്ഹാനഹു. ആ റബ്ബിനോട് ഒരാളും റബ്ബിൻ്റെ കൂടെയില്ല. അള്ളാഹുവിൻ്റെ അധികാരം പങ്കുവെക്കാൻ ഒരു ഇൻസോ, ഒരു ജിന്നോ, ഒരു മലക്കോ ഈ ലോകത്തില്ല. എല്ലാം അള്ളാഹുവിൻ്റെ അബീദുകളാണ്, റബ്ബിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹുവാണ് ഖാലിഖ്. അവനോടുകൂടെ ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് സൂറത്തുൻ നിസാ
ഉടനെ പറയുന്ന വിഷയം എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാനാ. ഉപരിലോകത്ത് കിടക്കുന്ന, ഉന്നതങ്ങളിൽ കിടക്കുന്ന, അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ ലോകത്തിനപ്പുറം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കതീതനായി നിൽക്കുന്ന ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹു, ആ റബ്ബിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ ഭൂമിയിലെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കടപ്പാട് എൻ്റെ മാതാപിതാക്കളോടാണ് എന്ന് പഠിപ്പിക്കുകയല്ലയോ ഖുർആൻ. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. മണ്ണിൽ നെറ്റിവെച്ച് സുജൂദ് ചെയ്യേണ്ടത്, മനുഷ്യന്റെ അഹങ്കാരവും എല്ലാ താൻപോരിമയും താഴെ വെച്ച് മനുഷ്യൻ തല ഉയർത്തി നടക്കുന്ന, മിനുക്കി നടക്കുന്ന, ഭംഗിയോടെ കൊണ്ടു നടക്കുന്ന ഈ മുഖം മണ്ണിൽ വെച്ചുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണേ എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ പറഞ്ഞ വിഷയം എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാനാ. മക്കളെ, ചെവി തുറന്ന് കേൾക്കണേ. സ്വന്തം മാതാപിതാക്കളോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണേ. അവരോട് നിങ്ങൾ കയർത്തു സംസാരിക്കരുതേ, അവരോട് നിങ്ങൾ ഒച്ച വെക്കരുതേ, അവരോട് നിങ്ങൾ ദേഷ്യത്തിൻ്റെ നോട്ടം പോലും നോക്കരുതേ എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അധ്യാപനം. ഇത് നമ്മുടെ ന്യൂജൻ മക്കളൊന്നറിയണേ. ഇതാണ് ഇസ്ലാം. വെറും ഒരു നോമ്പും നിസ്കാരവും മാത്രമല്ല. നിങ്ങളുടെ ജനനത്തിൻ്റെ, നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ കാരണക്കാരൻ അല്ലാഹു ജല്ല ജലാലുവാണ്. എന്നാൽ പ്രപഞ്ചത്തിൽ അതിൻ്റെ ഭൗതിക കാരണം നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ഉപ്പയുമാണ്. അവരോട് നന്മ ചെയ്യണമേ. പിന്നെ പറഞ്ഞു, അല്ലാഹു അനിഷ്കുർലി വലിവാലിദൈക് ഇലയ്യൽ മസ്വീർ. നന്ദി ചെയ്യണം അല്ലാഹുവിന്. പിന്നെ പറഞ്ഞു വലിവാലിദൈക്, നന്ദി ചെയ്യണം നിങ്ങളുടെ മാതാപിതാക്കളോട്. അതൊരു ഫാദേഴ്സ് ഡേയിലും ഒരു മദേഴ്സ് ഡേയിലും മാത്രമല്ല, അതൊരു ഉമ്മയുടെയും വാപ്പയുടെയും ബർത്ത്ഡേയിൽ കൊടുക്കേണ്ടതല്ല. അത് ലൈഫ് ടൈം ഗ്രാറ്റിറ്റ്യൂഡ്, മരണം വരെയുള്ള നന്ദി മാതാപിതാക്കളോട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഒരു പെണ്ണ് വിവാഹിതയായാൽ, ഒരു പെണ്ണ് കല്യാണം കഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ ആദ്യത്തെ കടപ്പാട് ഭർത്താവിനോടാണ്. അത് കഴിഞ്ഞാൽ അവളുടെ മാതാപിതാക്കളോടാണ്. കല്യാണം കഴിഞ്ഞൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യത്തെ കടപ്പാട് മാതാപിതാക്കളോടാണ്. അത് കഴിഞ്ഞാൽ ഭാര്യയോടാണ്. ഇതാണ് ഇസ്ലാം ഡിഫൈൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നമ്മളുണ്ടാക്കിയ നിയമമല്ല, അല്ലാഹു ജല്ല ജലാലുവിൻ്റെ നിയമമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين. سورة لقمان. ووصينا الإنسان. ലുഖ്മാൻ അലൈഹിസ്സലാം ആഫ്രിക്കക്കാരനാണ്, ഈജിപ്ത് ആഫ്രിക്കയിലാണല്ലോ. ലുഖ്മാൻ തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന അലക്സാൻഡ്രിയയിലാണ്, ഈജിപ്തിലാണ്. ലുഖ്മാൻ തങ്ങളും ദാനിയാൽ നബിയും അന്ത്യവിഷമം കൊള്ളുന്നത് ഒരു മഖാമിലാണ്. രണ്ടുപേരുടെയും ഖബർ തൊട്ടടുത്താണ്. ഖുർആൻ പേരെടുത്ത് സൂറ വെച്ചിട്ടുള്ളൊരു നാമമാണ് നബിയല്ലാതിരുന്ന ലുഖ്മാൻ അലൈഹിസ്സലാം. അല്ലെങ്കിൽ ലുഖ്മാൻ റഹ്മത്തുള്ളാഹി തആല നബിയാണോ അല്ലേ അഭിപ്രായ വ്യത്യാസം. ووصينا الإنسان بوالديه. ഈ ആയത്തിൻ്റെ ഒരു മനോഹാരിത നോക്കൂ. ووصينا الإنسان بوالديه. ഓരോ മനുഷ്യനോടും നാം അവൻ്റെ മാതാപിതാക്കളോട് ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. മാതാപിതാക്കൾ എന്നിട്ട് പറഞ്ഞിട്ട് ഉമ്മയാണ് പിന്നെ പറയാം. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ക്ഷീണത്തിനു മേൽ ക്ഷീണമായി, തളർച്ചയ്ക്കുമീതെ തളർച്ചയായി ഗർഭം ചുമന്നവളാണ് നിന്റെ ഉമ്മ. പാപ്പയെ പറ്റി പറഞ്ഞില്ല. എന്തേ? ഉമ്മ ഗർഭം ധരിച്ചത്, ഗർഭത്തിരിക്കുന്ന കുട്ടി കണ്ടിട്ടില്ലല്ലോ.
അതുകൊണ്ട് അള്ളാഹു പറഞ്ഞുതരാണ്. ജീവിച്ചിരുന്ന വാപ്പയെ കാണുന്നുണ്ട്, വാപ്പയെ സ്കൂളിൽ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്, വാപ്പയാണ് അങ്ങാടിയിലേക്ക് കൊണ്ടുപോകുന്നത്, വാപ്പയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, വാപ്പ നോക്കുന്നതൊക്കെ മക്കൾ കാണുന്നുണ്ട്. പക്ഷേ മക്കൾ കാണാത്തൊരവസരം ഉമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോഴാണ്. അത് അള്ളാഹുവിന് പറഞ്ഞു തന്നു. ഹമ്മലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. സയ്യിദുനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ഒരു പിതാവില്ലാതെ മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത്ഭുതകരമായുണ്ടായ അള്ളാഹുവിൻ്റെ ഖൽഖാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. തൊട്ടിൽ കിടന്നപ്പോൾ സംസാരിച്ചു. സൂറത്ത് മറിയമിൽ അത് പറയുന്നുണ്ട്. വജഅലനി മുബാറകൻ ഐനമാ കുൻത്, ഞാൻ എവിടെയാണെങ്കിലും അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഈസ നബി എവിടെയുണ്ടോ അവിടെയൊക്കെ ബറക്കത്തുണ്ടാകും. എന്നിട്ട് പറഞ്ഞു ഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ജീവിച്ചിരിക്കുന്ന കാലമത്രയും നിസ്കാരവും സകാത്തും നിർവഹിക്കണമെന്ന് എന്നോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞു, വബർറം ബിവാലിദതി, എൻ്റെ ഉമ്മയോട് ഗുണം ചെയ്യുന്ന മോനാവണം എന്ന് അല്ലാഹു എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നു. കാരണം വാപ്പയെ അവിടെ പറയാനില്ല, വാപ്പയില്ലല്ലോ. വബർറം ബിവാലിദതി, എൻ്റെ ഉമ്മാക്ക് നന്മ ചെയ്യുന്ന മോനാവണമെന്ന് ഈസ അലൈഹിസ്സലാമിനോട് അല്ലാഹു നിർദ്ദേശിച്ചു. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യാ, ഉമ്മയുടെ മേൽ അധികാരം കാണിക്കുന്ന, ഉമ്മയുടെ മേൽ മേൽക്കോയ്മ കാണിക്കുന്ന, ഉമ്മയുടെ മേൽ കായബലം പ്രതീക്ഷിക്കുന്നവനല്ല എന്ന് അല്ലാഹു എന്നെ നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ ഉമ്മയോട് കരുണയുള്ള മോനായിരിക്കും. സൂറത്ത് മറിയം. ഇല്ലെങ്കിൽ എന്താ? ശഖിയ്യ, പരാജയപ്പെട്ടു പോകും. പരാജയപ്പെട്ടവനോ അഹങ്കാരിയോ അല്ലാതെ മാതാവിനോട് കരുണ ചെയ്യുന്നവനായിട്ടാണ് ഞാൻ നിയുക്തനാകുന്നത്. ഈസ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്ന് പറഞ്ഞ വാക്കുകളാണിത്. എത്ര മനോഹരമാണ്. നമുക്ക് മക്കൾ +2 ആയിക്കഴിഞ്ഞാൽ ഉമ്മാക്ക് ഇങ്ങനെ നോക്കേണ്ടി വരും, മോൻ്റെ മുഖത്തേക്ക്. അപ്പോൾ മക്കൾ ഉമ്മയെ താഴേക്കാണ് നോക്കുക. പക്ഷെ ഉമ്മ മീതയാണെന്ന് തിരിച്ചറിയണം. നീ താഴേക്കാണ് നോക്കുന്നതെങ്കിലും ഉമ്മയുടെ കാലിൻ്റെ താഴെയാണ് സ്വർഗം കിടക്കുന്നത്. 10ാം ക്ലാസ്സിലോ 8ലോ 9ലോ പഠിക്കുന്ന മക്കളോട് ഒന്ന് ഉപദേശിക്കാൻ പോലും മാതാപിതാക്കൾക്ക് ധൈര്യമില്ലാത്ത വിധം. അത് കഴിഞ്ഞിട്ട് പിന്നെ +2 +1 +2 ഒന്നും പറയണ്ട. 8ാം ക്ലാസ്സോ 9ലോ എത്തുമ്പോഴേക്കും സ്വന്തം മക്കളോട്, മോനെ നീ ഫോണിന് അഡിക്റ്റ് ആവുന്നുണ്ടോ, സ്ക്രീൻ ടൈം കൂടുന്നുണ്ടല്ലോ, അതൊന്നും എടുത്തു വെക്കണ്ടേ, നിസ്കരിക്കാൻ പോവണ്ടേ, നിസ്കരിച്ചിരുന്ന മോനല്ലേ, നിനക്ക് ഖുർആൻ ഓതണ്ടേ എന്ന് പറയാൻ പോലും മാപ്പയ്ക്കും ഉമ്മയ്ക്കും ധൈര്യമില്ലാത്ത വിധം മക്കളുടെ സ്വഭാവങ്ങളിൽ ശൗര്യവും ഈർഷ്യതയും വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ഈ പരാമർശങ്ങൾ നമ്മുടെ മക്കൾ കേൾക്കണ്ടയോ? ഇതല്ലാഹു നിശ്ചയിച്ച സംവിധാനമാണ്. ഇത് റബ്ബിൻ്റെ രീതിയാണിവിടെ. ആദം അലൈഹിസ്സലാമെന്നും ഹവ്വ ബീവിയും എന്ന് പറയുന്ന ഒരു ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളെ എല്ലാം ഞാൻ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ റബ്ബാണ് നമ്മുടെ റബ്ബ്. ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മാതാപിതാക്കളുടെ മുമ്പിൽ കാരുണ്യത്തിൻ്റെ വിനയത്തിൻ്റെ ചിറക് നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണേ. കൂട്ടുകാരുടെ മുമ്പിൽ എന്ത് പറഞ്ഞു? ചിറക് താഴ്ത്തിക്കൊടുക്കണേ. ഖുർആന്റെ ഒരു പ്രയോഗമാണ്, ഞാൻ ആയത്ത് പറയാം. കൂട്ടുകാരുടെ മുമ്പിൽ, അസ്ഹാബിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ അഹങ്കാരം നടിക്കരുത്. അങ്ങനെ നമ്മളൊരു വലിയ ആളാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്, ഞാൻ പഠിച്ച് ഡിഗ്രിയൊക്കെ ഉള്ള ആളാണ്, നീ നാട്ടിലൂടെ നടന്ന് 4ാം ക്ലാസ്സും കുസ്തിയല്ലേ ഉള്ളൂ, അങ്ങനെയൊന്നൊരു അഹങ്കാരം ഒരു കൂട്ടുകാരനോട് കാണിക്കരുത്. ചിലതൊക്കെ ചില നിയോഗങ്ങളാണ്. അള്ളാഹുവിൻ്റെ ചില രീതിയുണ്ട്. ലോകത്ത് ഒരു നാട്ടിലെല്ലാം, ഇപ്പോൾ കള്ളാറിലെല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആണെന്ന് വിചാരിക്കുക. ഇവിടെ വേറെ പല പണിയും ചെയ്യാൻ ആൾ വേണ്ടേ? ആര് ചെയ്യും ഇതൊക്കെ? ചില ആളുകൾക്ക് അള്ളാഹു ചില നിയോഗങ്ങൾ കൊടുക്കുകയാണ്.
എല്ലാവരും വിചാരിച്ച പോലെ ആവില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ അറിവുണ്ട്, ലോകപരിചയമുണ്ട്, പൈസയുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ആരും ആരോടും ഒരു അഹങ്കാരവും കാണിക്കാൻ പാടുള്ളതുമല്ല. ഖുർആൻ പറയുന്നത് നോക്കണേ, വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. പുന്നാര നബിയേ, വിശ്വസിച്ചവരായ മുസ്ലിമീങ്ങളായ അനുയായികളായ അങ്ങയുടെ സഹോദരങ്ങൾക്ക് നബിയെ അങ്ങയുടെ ചിറക് താഴ്ത്തിക്കൊടുക്കണം. ചിറക് താഴ്ത്തിക്കൊടുക്കണം, അതൊരു വിനയമാണ്. പറക്കുന്ന സാധനമാണത്. പറക്കുന്നില്ല, താഴെയാണ്. ഞാൻ മണ്ണിലാണ്, ഞാൻ ആരുടെയൊക്കെയോ മേലെ പറക്കല്ല, ഞാൻ താഴെ തന്നെയാണ് എന്ന് നബിയെ അങ്ങയുടെ സ്വഹാബികളോട് അങ്ങ് ചിറക് താഴ്ത്തേണമേ. തങ്ങളത് താഴ്ത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോട് പറഞ്ഞുതരാണത്. ചിറക് താഴ്ത്തണേന്നേ പറഞ്ഞുള്ളൂ. മാതാപിതാക്കളുടെ വിഷയത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി. ജനാഹ് എന്ന് മാത്രം പറഞ്ഞു. ജനാഹക, കൂട്ടുകാരോട് ചിറക് താഴ്ത്തണം. മാതാപിതാക്കളുടെ മുമ്പിലോ നിന്ദ്യമായ നിസ്സാരമായ നിന്ദ്യതയുടെയും നിസ്സാരതയുടെയും ചിറകുകൾ, വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചിറകുകൾ, നീ നിസ്സാരനാണ് എന്ന മട്ടിൽ നിന്റെ ചിറകുകൾ മാതാപിതാക്കളുടെ മുമ്പിൽ നിങ്ങൾ താഴ്ത്തിവെക്കണമേ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. പടച്ചവനെ, കൊച്ചുനാളിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ എൻ്റെ മാതാവിനോടും പിതാവിനോടും റബ്ബേ നീ കരുണ കാണിക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണേ നബിയെ, അനുയായികളോട് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. സൂറത്തുൽ ഇസ്രാ. നിസ്സാരതയുടെ ചിറക്, നിന്ദ്യതയുടെ ചിറക്. മക്കളൊക്കെ നല്ല ഇംഗ്ലീഷ് പറയും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന ഫുള്ള് സായിപ്പന്മാരുടെ ഇംഗ്ലീഷല്ലേ. വാപ്പമാരൊരു പക്ഷേ ABCD അറിയാത്തവരായിരിക്കാം. അവർക്കങ്ങനെയൊന്നും വല്ലാണ്ട് പഠിക്കാൻ പറ്റിയില്ലായിരിക്കാം. സിബ്ലിങ്സ് സംസാരിക്കുമ്പോഴേ അവർ പല ജോക്കും പല തമാശയും പറയും. പക്ഷെ അതൊന്നും ഒരുപക്ഷെ ക്യാച്ച് ചെയ്യാൻ മാതാപിതാക്കൾക്ക് അത്ര അറിവുണ്ടാവില്ല. അപ്പോൾ സ്വന്തം വാപ്പയെ കാണുമ്പോഴേ വാപ്പയല്ല എന്ന് പറയേണ്ടി വരും. ഉമ്മക്ക് ഒരു തരി ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ മക്കളെന്നെ പറയും, ഉമ്മ പാരൻസ് ഈവനിങ്ങിൻ്റെ റിപ്പോർട്ട് കാർഡ് തരുന്ന ദിവസമാണ്, പക്ഷെ നിങ്ങൾ വരണ്ട കേട്ടോ, ഞാൻ എത്താൻ തന്നെ കൂട്ടി പോയിക്കോളാം. എന്തിനാ? താത്തക്ക് ഇംഗ്ലീഷ് അറിയുമല്ലോ, ഉമ്മക്കത് അറിയില്ലല്ലോ, അപ്പോൾ ടീച്ചർ മുമ്പിൽ കുറവായി പോണ്ടാന്ന് എന്ന് മക്കൾ പറയുന്ന ഒരു കാലമാണിത്. അങ്ങനെയാണെങ്കിലും സത്യസന്ധമായി ടീച്ചർ പറയുന്നത് ഉമ്മക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ടീച്ചർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെങ്കിൽ അത് തർജ്ജമ ചെയ്ത് കൊടുക്കണം മക്കൾ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും. ആ ഉമ്മക്കും ഉപ്പക്കും ഒരു നിമിഷം പോലും തോന്നിപ്പോകരുത് എൻ്റെ മക്കൾക്ക് ഞാനൊരു പോരാത്തവനായി മാറിയല്ലോ എന്ന് തോന്നാൻ ഇടവരുത്തരുത്. ഇത് പഠിപ്പിക്കുകയാണ്. ഇതൊന്നും സ്കൂളിൽ പോയാൽ കിട്ടൂല. ഈ പഠനം നിങ്ങൾക്ക് കോളേജിൽ കിട്ടൂല. ഞാനീ പറയുന്ന ആശയം ഒരു സിലബസിലും നമുക്ക് പഠിക്കാൻ കഴിയില്ല, ഇസ്ലാമിക സിലബസിലൊഴികെ, മതങ്ങളുടെ സിലബസിലൊഴികെ. ശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണിത്. നിങ്ങളുടെ കരുണയുടെയും നിസ്സാരതയുടെയും ചിറകുകൾ നിങ്ങൾ താഴ്ത്തിവെക്കേണ്ടത് ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിലാണ്. ഇത്ര മനോഹരമാണ് ആ പ്രയോഗം. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഇഷ്ടമായില്ല എന്ന ഒരു, ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ പറയുന്നത് എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു ശബ്ദം, അതാണ് അറബിയിൽ ഉഫ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ ഉഫ് എന്നൊന്നും പറയാറില്ല. നമ്മൾ എന്താ ഇത് ഛേ എന്ന വാക്ക് പോലും അങ്ങനെ മദ്രസയിൽ പഠിപ്പിക്കുക അല്ലേ, ഛേ എന്ന് അങ്ങനെ പറയാറുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഒരു വെറുപ്പ് അറിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്വരം, അത്രേ ഇതിനർത്ഥമുള്ളൂ. അതുപോലും നിന്റെ മാതാപിതാക്കളോട് പറഞ്ഞു പോകല്ലേ. വലാ തൻഹറുഹുമാ, നിന്റെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടരുതേ. ഒരാഗ്രഹം പറഞ്ഞു വരുമ്പോൾ അത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുമായിരിക്കെ ചെയ്യാതിരിക്കരുതേ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, സോഫ്റ്റായ മൃദുലമായ കരുണയുടെ വാക്കുകളാണ് നിന്റെ മാതാപിതാക്കളോട് പറയേണ്ടത്. നോക്കണം, ഒതുടുക്കൽ എങ്ങനെയാന്ന് ഖുർആൻ വിശദീകരിച്ചോ എന്ന് ചോദിച്ചാൽ വിശദീകരിച്ചിട്ടില്ല. നിസ്കാരം എങ്ങനെയാ ഖുർആൻ വിശദീകരിച്ചോ? അത് ഹദീസ് പറഞ്ഞു തരും വ്യക്തമായിട്ട്.
സക്കാത്ത് കൊടുക്കണമെന്നേ പറയൂ. അത് എത്രയാ കൊടുക്കേണ്ടത് അത് ഹദീസിൽ തങ്ങളെ പറഞ്ഞുതരാ സുള്ളത്. ഹജ്ജ് ചെയ്യണമെന്നേ പറയുള്ളൂ. ഹജ്ജിന്റെ ഫർളുകൾ എങ്ങനെയാണ്, അതിന്റെ രീതി ഏതാ, അത് തങ്ങളെ പറഞ്ഞുതരാ സുല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മാതാപിതാക്കളോട് എങ്ങനെയാ പെരുമാറേണ്ടത് എന്ന് എത്ര ആയത്തുകളിലാ ഖുർആൻ ചർച്ച ചെയ്തത്. ये फैज़ान नज़र था या मकतब की करामत थी, सिखाया किसने इस्माइल को आदाब फर्जंदी. सയ്യിദുനാ ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം അലൈഹിമുസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പൊന്നുമോൻ, ഹാജർ ബീവിക്ക് ജനിച്ച മോൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് ഒരു പിതാവായ എൻ്റെ ഉപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ ഒരു നേരം ഓർക്കണേ മോനെ, നിന്നെ അള്ളാഹുവിന് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നതായി കാണുന്നു മോനെ. അള്ളാഹു ഇത് ചെയ്യാൻ പറയോ? ഒരു മനുഷ്യനെ അറുക്കണമെന്ന് അള്ളാഹു പറയോ? പറയില്ല. പക്ഷേ എന്നോട് അങ്ങനെയാണ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് മോനെ, നമുക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ നാവിൽ നിന്ന് വന്ന മറുപടി ഖുർആൻ സൂറത്തു സ്വാഫാത്തിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. പിതാവിനോട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഉപ്പ, ആ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തോളൂ. മകനായ ഞാൻ അതിന് തയ്യാറാണ്. എന്നിൽ നിന്ന് അങ്ങേക്ക് ഉപദ്രവമുള്ള ഒരു പെരുമാറ്റവും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞ മഹാനായ നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം. എന്താണ് ആ ബന്ധം? പിതാവിൻ്റെയും മോൻ്റെയും ബന്ധം എന്താണ്? നിന്നെ അറുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആയിക്കോട്ടപ്പാ, ഞാനത് നിന്നു തരാം എന്ന് പറഞ്ഞ മോനാണത് ഇസ്മാഈൽ അലൈഹിസ്സലാം. എവിടുന്നാണാവോ ഇസ്മാഈൽ നബിക്ക് ഇങ്ങനെ ഒരു അനുസരണ ആരാണ് പഠിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ് കവി. ഇത് ദിവ്യ കടാക്ഷത്തിന്റെ ഫലമായിരുന്നോ? പടച്ചതമ്പുരാന്റെ ഒരു തിരുനോട്ടമായിരുന്നുവോ? കാരണം या मकतब की करामत थी, सिखाया किसने इस्माईल को आदाब फर्जंदी. ആരാണ് ഇസ്മായിൽ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ഒരു വാപ്പയോട് മകൻ എങ്ങനെ പെരുമാറണമെന്ന് ആരാണാവോ പഠിപ്പിച്ചത്? ഇത് ദിവ്യ കടാക്ഷമായിരുന്നുവോ? അല്ല ഇസ്മായിൽ നബി പോയി പഠിച്ച മദ്രസയുടെ മേന്മയാണോ? മക്തബ് കി കറാമത്ത്. മക്തബ് എന്ന് പറഞ്ഞാൽ മദ്രസക്കാണ് മക്തബ് എന്ന് പറയാം. കേരളം വിട്ടാൽ പിന്നെ നമ്മുടെ മദ്രസക്കൊക്കെ മക്തബ് എന്നാണ് പറയാം. അവിടെ മദ്രസ എന്ന് പറഞ്ഞാൽ വലിയ അറബി കോളേജിനാണ് മദ്രസ എന്ന് പറയാം. കേരളം വിട്ടാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മക്തബ് എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം. ഉമ്മയുടെ കൂടെ നിസ്കാരപ്പടവുമായി നടന്നിരുന്ന മഹാനായ സ്വഹാബി മുഹമ്മദ് ഇബ്നു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല തങ്ങളുടെ മോൻ മുഹമ്മദ് ഇബ്നു ത്വൽഹ എന്ന താബിഈ എപ്പോഴും ഉമ്മയുടെ കൂടെ, ഉമ്മയുടെ നിസ്കാരപ്പായ കയ്യിൽ പിടിച്ചാണ് യാത്രയിലുടനീളം. ഉമ്മാക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ മഹാനവറുകൾ പള്ളിയുടെ അകത്തേക്ക് കയറി ചെല്ലും. എന്നിട്ട് അവിടെ നിന്ന് നിസ്കരിക്കും. മഹാനവറുകൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്നതും തൻ്റെ പ്രിയപ്പെട്ട മാതാവിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ടാണ്. സുജൂദിൽ ധാരാളം കിടന്നിരുന്ന മോനാണത്. തൻ്റെ പിതാവായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചിരുന്ന മഹാനാണ്. അതുകൊണ്ട് മുഹമ്മദ് സജ്ജാദ്, സുജൂദ് ഏറെ ചെയ്തിരുന്ന മുഹമ്മദ് എന്ന പേരിലാണ് മുഹമ്മദ് ഇബ്നു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല തങ്ങൾ അറിയപ്പെടുന്നത്. എത്രമേൽ
എത്രമേൽ നന്മ ചെയ്ത ഒരു പിതാവ്, ഒരു മകൻ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നവരുണ്ട്. മാതൃകാ ഉപ്പയും മകനും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. എന്തൊരു വലിയ മാതൃകയാണ് അത്. അംർ ഇബ്നുൽ ആസ് എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അംർ. സഅദ് ഇബ്നു ഉബാദ തങ്ങളുടെ മകൻ ഖൈസ് ഇബ്നു ഉബാദ, ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ. അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരുടെ പിതാവ് അബ്ബാസ് തങ്ങള്. വാപ്പയാണ് അബ്ബാസ് എന്നവര്, മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. സ്വഹാബികളിലെ മാതൃകാ പിതാക്കന്മാരും മാതൃകാ മക്കളുമാണവർ. അമ്പിയാക്കന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു അങ്ങനെ. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബി, ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി, യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് അലൈഹിസ്സലാം. ദുർരിയതം ബഅദുഹാ മിൻ ബഅദ്. എല്ലാം മനോഹരമായ മാതൃക കാണിച്ചു പോയ മഹാപുരുഷന്മാർ. അങ്ങനെ എവിടെ കിട്ടാനാണ്? മക്കൾക്ക് നല്ലൊരു വാപ്പയെ കാണാനുണ്ടോ? നല്ല മാതൃകകൾ ഇന്ന് ലോകത്ത് കാണാനുണ്ടോ? ഈ ടിക്ടോക്കിലും നമ്മുടെ യൂട്യൂബിലും ഷോർട്ടുകളിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും എന്തൊക്കെ കോപ്രായത്തരങ്ങൾ മനുഷ്യന്മാർ കാണിച്ചു. ഇതല്ലേ മക്കൾ കാണുന്നത്? പിതർ മാതൃ ബന്ധങ്ങൾക്ക് അവിടെ വിലയുണ്ടോ? എന്തൊക്കെയോ ആരൊക്കെയോ റെക്കോർഡ് ചെയ്ത് വിടുന്നു, അതങ്ങനെ തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. സമയം കൊന്നുകൊണ്ടിരിക്കുകയാണ്. മാതൃകാ ഉമ്മമാർ, മാതൃകാ ഉപ്പമാർ, മാതൃകാ മക്കൾ. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന മനോഹരമായ സംസ്കാരമാണത്. ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു മഹാനെ കേട്ടിട്ടുണ്ടോ? ഉവൈസുൽ ഖർനിയെ സംബന്ധിച്ച് ഖൈറുത് താബിഈന ഉവൈസ്, താബിഈങ്ങളുടെ ആ ഒരു തലമുറയിലെ ഏറ്റവും ഖൈറായ മഹാനാണ് ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. നിബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് യമനിൽ ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ ഹബീബിനെ വന്ന് കാണാൻ കഴിയാത്തതുകൊണ്ട്, തങ്ങളുടെ സദസ്സിൽ വന്നിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം സ്വഹാബിയാവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് താബിഈ എന്ന് പറയാം. ഖൈറുത് താബിഈൻ, താബിഈങ്ങളിലെ ഖൈറായ നേതാവാണ് ഉവൈസുൽ ഖർനി. എന്തുകൊണ്ടാണ് സ്ഥാനം കിട്ടാൻ കാരണം എന്നറിയോ? ദുആ ചെയ്താൽ ഉത്തരമായിരുന്നു. ദുആ ചെയ്താൽ ഉത്തരമാണ്. മുസ്തജാബു ദഅവയാണ്. യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ മഅ അംദാദിൽ യമൻ മിൻ മുറാദിൻ മിൻ ഖർനിൻ. മുറാദ് ഖബീലയിൽ നിന്ന്, ഉപകബീലയിൽ നിന്ന്, ഖർൻ എന്ന് പറയുന്ന വലിയൊരു ട്രൈബിൽ നിന്ന് യമനിൻ്റെ നിവേദക സംഘത്തോടുകൂടെ മദീനയിലേക്ക് കടന്നു വരാനിടയുണ്ട്. മുറാദിൽ നിന്ന്, ഖർനിൽ നിന്ന് മഹാനായ ഉവൈസ് ഇബ്നു ആമിർ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നത്രേ. ഫബരിഅ മിൻഹു, അത് അല്ലാഹു ശിഫയാക്കി കൊടുത്തു. അല്ലാഹു അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ എത്ര മരുന്ന് കഴിച്ചാലും, എത്ര ഓയിൽമെന്റ് തേച്ചാലും, എന്ത് മരുന്നെടുത്താലും മാറണമെന്നില്ല. അല്ലാഹുവിനോട് ഒരുപക്ഷെ മനമുരുകി ദുആ ചെയ്താൽ അതും ഒരു കാരണമാണ്. മരുന്ന് പോലെ തന്നെ അല്ലാഹുവിനോടുള്ള ദുആ അതിലും വലിയൊരു കാരണമാണ്. ഫബരിഅ മിൻഹു, പുണ്യ നബിയാണ് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹാന നബി തങ്ങൾ കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ തങ്ങൾ പറഞ്ഞു കാന ബിഹി ബറസുൻ ഫബരിഅ മിൻഹു ഇല്ലാ മൗദിഅ ദിർഹമിൻ. ഒരു നാണയത്തിന്റെ അത്ര എവിടെയോ ശരീരത്തിൽ ബാക്കിയുണ്ട്. ബാക്കി എല്ലാ വെള്ളപ്പാണ്ടും മാറി സുഖമായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മഹാന് വരും. ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബർറുൻ. യമനിൽ കിടക്കുന്ന, യമനിയായ മക്കയിൽ നിന്നും വീണ്ടും 1000ഓളം കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒരു നാട്ടിൽ കിടക്കുന്ന മഹാനെ കുറിച്ച് വഹയിന്റെ വെളിച്ചത്തിൽ, ജിബ്രീൽ അലൈഹിസ്സലാം നൽകുന്ന ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തിൽ പുന്നാര നബി തങ്ങൾ പറയുന്നു, ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ദുആക്കുത്തരമുള്ള മഹാൻ തൻ്റെ ഉമ്മാക്ക് സേവനം ചെയ്യുന്ന മോനാണ്. അവർക്ക് ഉമ്മയുണ്ട്. ഹുവ ബിഹാ ബർറുൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹ്. അല്ലാഹുവേ, ഞാൻ നിന്നിൽ ആണയിട്ട് പറയുന്നു റബ്ബേ, ഇപ്പോൾ മഴ വേണം എന്ന് പറഞ്ഞാൽ മഴ പെയ്തിരിക്കും. മഴ വേണ്ട എന്ന് പറഞ്ഞാൽ അത് നിൽക്കും. ഇന്നത് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ സംഭവിക്കും. ആര് പറയാ? പുണ്യ നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു മഹാനുണ്ട്. ഫഇനിസ്തതഅത അൻ യസ്തഗ്ഫിർ ലക
അൻ യസ്തഗ്ഫിറ ലക ഫഫഅൽ. ഉമറേ, അദ്ദേഹത്തെ കാണാൻ ഇടയാകുമ്പോ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞേക്കണം അവരോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഉമർ തങ്ങളോട് പറയാം, ഉമറേ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണേ എന്ന് അദ്ദേഹത്തോട് പറയണം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരിക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഉമർ തങ്ങൾ പിന്നെ അവരെ കണ്ടുപിടിച്ചു, വിളിച്ചു വരുത്തി, മക്കയിൽ വെച്ച് കണ്ടു. സ്വഹാബികളും കൂടെയുള്ള ആളുകളൊക്കെ ആ മഹാനോട് ദ്വാരിപ്പിച്ചു, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. ആരായി പറയണത്? സ്വഹാബിമാർ. ആരോട്? അവരുടെ ഗ്രേഡിനേക്കാൾ താഴത്തെ ഗ്രേഡാണ് താബിഈ. പക്ഷേ ഉമ്മാക്ക് സേവനം ചെയ്തിട്ട് ദുആക്ക് ഉത്തരം വാങ്ങിയ മഹാനാണ്. അതുകൊണ്ട് പുണ്യനബി പറഞ്ഞു, ഖൈറുത് താബിഈന ഉവൈസ്. താബിഈങ്ങളിലെ ഏറ്റവും ഖൈറായ ആളാണ് ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഈ മാതൃകകളാണ് നമുക്ക് സ്വഹാബികളിൽ കാണുന്നത്, താബിഈങ്ങളിൽ കാണുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ നടന്നു പോകുമ്പോൾ ഒരു ആട്ടിടയനായ ഒരു കാട്ടറബി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. പ്രായമുള്ളൊരു മനുഷ്യൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ മക്കയിലാണ് കൂടുതൽ ജീവിച്ചത്. വലിയ പണ്ഡിതനാണ്. ആരുടെ മോനാ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. നല്ല തലപ്പാവുണ്ട്, മനോഹരമായ തലപ്പാവുണ്ട്. മഹാന്റെ വാഹനം അന്നൊരു ഹിമാറായിരുന്നു, ഒരു കഴുതയായിരുന്നു. അക്രമക്കുമുല്ലാഹ്, ഒരു കഴുതപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. പല ഗ്രേഡ് വാഹനങ്ങൾ ഉണ്ടാവില്ലേ, മഹാന്റെ വാഹനം അതായിരുന്നു. മഹാനവറുകൾ ആ അറാബിയെ കണ്ടപ്പോൾ താഴെ ഇറങ്ങി തലപ്പാവ് കൊടുത്തു. ഈ കർഷകന്റെ തലയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വാഹനം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ബൈക്കുമ്മ പോവാ, നിങ്ങളുടെ സ്കൂട്ടിമ്മ ഒരാളെ കാണുന്നു, നിങ്ങളുടെ കയ്യിൽ തലപ്പാവോ തൊപ്പിയോ കൊടുക്കുന്നു, ഇതാ വണ്ടി നിങ്ങളെടുത്തോളൂ, നാളെ രജിസ്ട്രേഷൻ ചെയ്ത് തരട്ടോ എന്ന് പറയുന്നു. ഒരാളുടെ പേരിലാക്കി കൊടുക്കുക. ആർക്കായി ചെയ്തു കൊടുക്കുന്നത്? സ്വന്തം വാഹനം വഴിയിലൂടെ നടന്നു വന്ന ഒരു കാട്ടറബിയായ മനുഷ്യന് കൊടുത്തപ്പോൾ ആളുകൾ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, നിങ്ങളിപ്പോൾ വണ്ടിയൊക്കെ കൊടുത്ത് എന്താ പരിപാടി? നടന്നു പോകാനാണോ മക്കത്തേക്ക്? അതെ. ഇപ്പൊ തലയിൽ കേട്ടോ? അതൊന്നും വേണ്ട, ഞാൻ കൊടുത്തു. ആരാണ് ഇയാൾ? ഇപ്പൊ പറഞ്ഞു, കാനബൂഹു സ്വദീഖൻ ലിഉമർ. ആ മനുഷ്യന്റെ വാപ്പ, ഈ അറാബിയുടെ വാപ്പ എൻ്റെ വാപ്പയായ ഉമർ എന്നവരുടെ കൂട്ടുകാരനായിരുന്നു. എൻ്റെ ഉപ്പയുടെ ചങ്ങാതിയുടെ മകനാണിത്. എന്തുകൊണ്ടാ ഇബ്നു ഉമർ ചെയ്തെന്നറിയോ? റളിയല്ലാഹു അൻഹു വാപ്പയായ ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചുപോയതിന് ശേഷം തൻ്റെ വാപ്പാക്കൊരു മകന് ചെയ്യാൻ കഴിയുന്ന ഗുണങ്ങളിൽ വലിയ ഒരു ഗുണം തൻ്റെ വാപ്പയുടെ സൗഹൃദ ബന്ധങ്ങളെ സൂക്ഷിക്കലാണ്. വാപ്പയുടെ ചങ്ങാതിമാർ, അവരുടെ മക്കള് അവരോട് സ്നേഹം കാണിച്ചാൽ അതിൻ്റെ കൂലി ആർക്ക് കിട്ടും? തൻ്റെ മരിച്ചുപോയ സ്വന്തം വാപ്പക്ക് ഗുണം കിട്ടുമെന്ന് ആര് പഠിപ്പിച്ചു? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ ബന്ധമാണ് മാതാപിതാക്കളുമായുള്ള ബന്ധം. അത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാകുന്ന ബന്ധം പോലെയല്ല. ആളെ വരെ ID വരെ അറിയാതെയാണെന്ന് സ്നേഹപ്രകടനം. ആന്ധ്രയിൽ നിന്ന് വിശാഖപട്ടണം എന്നൊരു സാധു എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങി വന്ന് തിരിച്ചുപോയ കഥകൾ അറിഞ്ഞില്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI കാമുകി എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്തതാ. കാണാൻ പൂതിയായിട്ടുണ്ട്. അഡ്രസ്സും പറഞ്ഞു കൊടുത്തു. കണ്ണൂരിൽ എവിടെയോ ആൾ എറണാകുളത്ത് വന്ന് ട്രെയിൻ ഇറങ്ങി. അവിടുന്ന് പിന്നെ കണ്ണൂർക്ക് കയറാമെന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ ആ പെണ്ണുമില്ല, അങ്ങനത്തെ ഒരാൾ തന്നെ ഇല്ല. അത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ചെയ്തതാ. സാധു വിചാരിച്ച് കാമുകയാണെന്ന്. കല്യാണം കഴിക്കാൻ വേണ്ടി ഡ്രസ്സും പാക്കിലാക്കിയിട്ടാണ് വന്നത്. കഴിഞ്ഞ ആഴ്ച വായിച്ചിട്ടില്ല? ഇതൊക്കെ സൗഹൃദം. ആളെ കാണണ്ട, ആളറിയണ്ട, ഏതാ ഊര്, എന്താ സംസ്കാരം, ഒന്നുമില്ല. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അവിടെ വീണു. അതിലും ഏറ്റവും വലിയ ബന്ധം നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സൗഹൃദങ്ങളിലും അയൽപ്പക്കങ്ങളിലും അള്ളാഹു നിശ്ചയിച്ചതുണ്ടായിരിക്കെ അവരോടുള്ള കടപ്പാടുകളെല്ലാം മാറ്റിവെച്ച് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന നമ്മുടെ പുതുതലമുറ അറിയണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം എന്ന് മാത്രമല്ല, നാളെ പരലോകത്തേക്കുള്ള യാത്രയുടെ നമ്മുടെ പാഥേയമാണ് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ രക്തബന്ധം, നമ്മുടെ റിലേറ്റീവ്സ്. അവരുമായുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്.
സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ലോകം കണ്ട പ്രഗത്ഭനായ ആബിദ് തങ്ങളാണ്, മദീനക്കാരനാണ്. അലി സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുക. അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും. അലി തങ്ങളുടെ മകൻ ഹുസൈൻ എന്നവര്, ഹുസൈൻ എന്നവരുടെ മകൻ അലിയാര്, ആ ഒരു അലി, അവരാണ് അലി സൈനുൽ ആബിദീൻ. മഹാനവറുകൾ മിൻ സാദാത്തി താബിഈൻ, താബിഈങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട മഹാനാണ്. കസീറുൽ ബിർരി ബി ഉമ്മിഹി, തൻ്റെ ഉമ്മയോട് ഉപ്പയോട് ഏറ്റവും വലിയ ഉപകാരം ചെയ്ത, നന്മ ചെയ്ത, ഗുണം ചെയ്ത മോനാണ് സൈനുൽ ആബിദീൻ തങ്ങള്. അപ്പൊ ആളുകൾ ചോദിച്ചു, ഉമ്മയോട് വലിയ സ്നേഹമാണല്ലോ, പക്ഷെ നിങ്ങളും ഉമ്മയും എന്താ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചു. ഉമ്മയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂല, അതെന്തേന്ന് ചോദിച്ചു. എന്താ മഹാൻ പറഞ്ഞ ഉത്തരം എന്നറിയോ? ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഇത്രക്ക് ഉമ്മയെ ഇഷ്ടമാണെങ്കിലും ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, എന്താ അതിന് കാരണം? മഹാൻ പറഞ്ഞു, ഞാനും ഉമ്മയും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു എന്ന് സങ്കല്പിക്കുക. ആ ഭക്ഷണത്തിലെ എന്തെങ്കിലും വിശേഷപ്പെട്ടത് എൻ്റെ ഉമ്മയുടെ കണ്ണ് അതിലുണ്ടായിരിക്കെ ഉമ്മ തിന്നുന്നതിന് മുമ്പ് ഞാനത് എടുത്തു തിന്നാൽ എൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും വിഷമാവൂലേ, അതുകൊണ്ടാണ് ഞാൻ കൂടെ ഇരിക്കാത്തത് എന്ന് പറഞ്ഞ താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ് സയ്യിദും തങ്ങളുമായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ. ആലോചിച്ച് നോക്കണേ, ഉമ്മയെ കരയിപ്പിച്ചിട്ടും കോടതി വരാന്തയിൽ നെഞ്ചത്തടിച്ച് കരഞ്ഞ് ബോധം കെട്ട് വീണാലും ഞാൻ എൻ്റെ കാമുകൻ്റെ കൂടെ പോവാണ് എന്ന് പറയുന്ന മക്കളെ, നിങ്ങളറിയണം, ജീവിതം അള്ളാഹു നിശ്ചയിച്ചു വെച്ച ചില നിയമങ്ങൾക്ക് അതീതമാകുമ്പോൾ അതിൻ്റെ സങ്കടവും അതിൻ്റെ പാപഭാരവും ഒരുപാട് കാലമെടുക്കും കഴുകിക്കളയാൻ. ചിലപ്പോൾ അത് കഴുകിക്കളയാൻ കഴിയണമെന്നില്ല. അവരെ വേദനിപ്പിക്കരുതേ എന്ന് പറയേണ്ടിടത്താണ് അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്രൂരതകൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത് ഡ്രഗ് അടിച്ചിട്ട് ബോധമില്ലാണ്ട് താൻ ആരാണെന്നറിയില്ല, മുമ്പിലിരിക്കുന്ന ഉമ്മയാണോ പെങ്ങളാണോ എന്നറിയില്ല, കഠാരകൾ കുത്തിയിറക്കി മാതാപിതാക്കൾക്ക് നേരെ പോലും ചോരക്കളി കളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭീതിതമായൊരു ലോകത്ത് നിന്നുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായ മൂല്യങ്ങളെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ഔൻ എന്നവരെ ഉമ്മ വിളിച്ചു, അബ്ദുല്ലാഹ്. ഉമ്മ വിളിച്ച ശബ്ദത്തെക്കാളും ഒരൽപ്പം കൂടിയ ശബ്ദത്തിൽ അതിന് മറുപടി കൊടുത്തു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഔൻ എന്നവർ. കുറച്ച് ദൂരെയായിരുന്നു. ഉമ്മ വിളിച്ചതിനേക്കാളും ഉച്ചത്തിൽ മറുപടി കൊടുത്തപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾക്ക് ഇത് കേൾക്കുമ്പോൾ, ഈ സംഭവം ഞാൻ പറയുമ്പോൾ അതിന് മാത്രക്കപ്പോൾ എന്തേ ഇവിടെ ഉണ്ടായത് എന്ന് ചോദിക്കും, അല്ലേ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഔൻ എന്ന് പറയുന്ന ഫഖീഹായ പണ്ഡിതൻ ഒരു മുസ്ലിമച്ചായ ഒരു അടിമയെ വാങ്ങിയിട്ട് സ്വാതന്ത്ര്യം കൊടുത്ത് വിട്ടയച്ചു. ഒരു വാഹനം വാങ്ങിക്കുന്നതിനേക്കാളും എക്സ്പെൻസീവാണ് അന്നൊരു അടിമയെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരടിമയെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തു. എന്തിനെന്നറിയോ? ഉമ്മയോട് പറഞ്ഞ മറുപടി ഇച്ചിരി കൂടിപ്പോയോ, ശബ്ദം കൂടിയോ പടച്ചോനെ, അതെൻ്റെ ഉമ്മയോട് ചെയ്ത അതപകേടാണോ, അത് പൊറുക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഒരു അടിമയെ വാങ്ങിച്ചു മോചിപ്പിച്ച മഹാനാണ് അബ്ദുല്ലാഹ് ഇബ്നു ഔൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഞാനിത് പറയുന്നത് ഈ കടപ്പാടിൻ്റെ ആഴം എത്ര വലുതാണ്, ആ കടപ്പാടിൻ്റെ ബന്ധം എത്ര സുദൃഢമാവണം എന്ന് സൂചിപ്പിക്കാനാണ്. മഹാനായ ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹൈവത്ത് ബിൻ ശുറൈഹ് റളിയല്ലാഹു അൻഹു മിൻ കിബാരിൽ ഉലമ, ആലിമീങ്ങളിലെ ഏറ്റവും വലിയ പ്രഗത്ഭനായ ആലിമാണ്. ജനങ്ങൾക്ക് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉമ്മ വന്നിട്ട് പറയും, യാ ഹൈവത്ത് ബിൻ ശുറൈഹ് അൽഖി ശഈറ ലിദ്ദജാജ്, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റിട്ട് കൊടുക്കും മോനെ എന്ന് പറയും. ആലോചിച്ച് നോക്കി, ഉസ്താദ് ദർസ് നടത്ത പള്ളിയിൽ മുത്തഅല്ലിമീങ്ങൾ 100 മുത്തഅല്ലിമീങ്ങൾ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉസ്താദ് വളരെ ഭവ്യതയോടുകൂടെ കിതാബ് ഓതി കൊടുക്കുമ്പോൾ വാതിൽക്ക വന്നിട്ട് ഉമ്മ പറയാ, ആരോട്? മുദരിസിനോട്. മുദരിസ് ഉമ്മാന്റെ മോനല്ലേ, മോനെ കോഴികൾക്ക് തീറ്റെടുത്ത് കൊടുത്തിട്ടില്ല, ഇട്ട് കൊടുക്കട്ടോ.
എന്ന് പറയുമ്പോൾ കിതാബ് പൂട്ടിവെച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ഇറങ്ങിപ്പോയിരുന്ന മഹാനാണ് ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഞാൻ മുദരിസാന്ന് ഉമ്മാക്ക് അറിയില്ലേ, ഞാൻ ഇവിടുത്തെ കാതീരാന്ന് ഉമ്മാക്ക് അറിയില്ലേ, അവിടെ ഒന്നും ചോദ്യമല്ല. ഉമ്മാക്ക് മകനാണ്, ഉമ്മക്ക് മകനാണ്, അത് മതി. ഒരഹങ്കാരവും അവരോട് കാണിക്കരുത് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. കുട്ടികൾ പറയും, മക്കളോട് പറയും, ഉമ്മമാര് മോനെ ഒന്ന് അങ്ങാടി പിടിച്ചിട്ട് തക്കാളി കൊണ്ടുവാ, ഗസ്റ്റ് വരുന്നുണ്ട്, എന്തെങ്കിലും പാല് കൊണ്ടുവാ, എന്തെങ്കിലും മീറ്റ് വാങ്ങിച്ചിട്ട് വാ. പറയും ഉമ്മ എനിക്ക് അസൈൻമെൻ്റാണ്, വേറെ എവിടെയും പറഞ്ഞേക്ക്. അപ്പം അനുജനോട് ചോദിക്കും, ഇളയ മോനോട്, മോനെ നീ പോയി കൊണ്ടുവരോ, എനിക്ക് ഹോംവർക്ക് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂർ സ്വന്തം ഉമ്മക്ക് വേണ്ടി ചെലവഴിച്ചത് കൊണ്ട് എന്ത് നഷ്ടമാണ് ഒരു കുഞ്ഞിന് വന്നിട്ടുള്ളത്. ആ ഒരു വാക്കനുസരിക്കാതിരുന്നതിൻ്റെ പേരിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ഏറെ കിട്ടിയിട്ടുണ്ട് മക്കളെ, ഞാൻ ചോദിക്കാൻ. സന്ദർഭവും നേരൊക്കെ നോക്കിയിട്ടല്ലേ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടാവോ? നിസ്സാര കാരണം പറഞ്ഞ് എന്നെ കൊണ്ടാവില്ലെന്ന് പറയുമ്പോൾ നൂറുകണക്കിന് ആലിമീങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി ദർസിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കോഴിക്ക് തീറ്റിട്ട് കൊടുക്കൂ എന്ന് തൻ്റെ ഉമ്മ പറയുമ്പോൾ ആ ഉമ്മയെ അനുസരിക്കാൻ ഒരു മടിയുമില്ലാതെ എഴുന്നേറ്റ് പോകുന്ന ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി. ഇതാണ് ഇസ്ലാം. ഈ ലെഗസിയാണ് ഇസ്ലാമിൻ്റെ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കൾച്ചർ, ഇതാണ് നമ്മുടെ വാല്യൂസ്. ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. മറ്റു സംസ്കാരങ്ങൾക്കും നമ്മുടെ കൂടെയുള്ള നാനാവിധത്തിലുള്ള ജനങ്ങൾക്കും നമ്മൾ കൈമാറേണ്ടത് ഇതാണ്. മുസ്ലിമീങ്ങൾ വലിയൊരളവോളം മാതാപിതാക്കളെ നോക്കുന്നവരാണ്. ഞാനത് കുറച്ചു കാണുകയല്ല. വൃദ്ധസദനങ്ങളിൽ ഒരുപക്ഷെ മുസ്ലിം വീടുകളിലെ ഉമ്മമാരും ഉപ്പമാരും വളരെ കുറവായിരിക്കും. അതൊക്കെ നമ്മുടെ ദീനിന്റെ അറിവുകൾ പണ്ഡിതന്മാരും വാതിലും നമ്മുടെ മദ്രസയിലും ദർസിലുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ധാരാളം ഉപകാരങ്ങളുണ്ട്. എന്നാലും നമ്മുടെ പുതിയ തലമുറയിലെ മക്കളോട് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ മാതാപിതാക്കളോടുള്ള ബന്ധം ഒന്ന് സുദൃഢമാക്കണം. തൻ്റെ പ്രിയതമയോടോ തൻ്റെ കാമുകിയോടോ തൻ്റെ ഫ്രണ്ടിനോടോ തൻ്റെ കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ ഉള്ള സ്നേഹത്തെക്കാളും ആയിരക്കണക്കിന് മടങ്ങപ്പുറത്തുള്ള കടപ്പാട് എൻ്റെ ഉമ്മയോട് എൻ്റെ ഉപ്പയോട് എനിക്കുണ്ട് എന്ന് നമ്മുടെ മക്കൾ തിരിച്ചറിയണം. ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി തആല അലൈഹി താബിഇയാണ്. കാന യഖൂലു ഫീ സുജൂദിഹി, സുജൂദിൽ കിടക്കുമ്പോൾ സുന്നത്ത് നിസ്കരിക്കുന്ന സുജൂദിൽ മഹാൻ പറയുമായിരുന്നത്രേ, അല്ലാഹുമ്മ ഗഫിർ ലിസുബൈർ ബിനിൽ അവ്വാം വഅസ്മാ ബിൻത് അബീ ബക്കർ. അല്ലാഹുവേ, സുബൈർ ബിനുൽ അവ്വാം എന്ന് പറയുന്ന ഹവാരിയു റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂട്ടുകാരിൽ ഏറ്റവും അടുത്തവർ. വഅസ്മാ ബിൻത് അബീ ബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോള് അസ്മാ ബീവിക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് സുജൂദിൽ കിടക്കുമ്പോൾ ഉർവത്ത് ബിൻ സുബൈർ എന്നവർ ദുആ ചെയ്യുമായിരുന്നുവെന്ന് മഹാന്മാരായ താബിഉകൾ രേഖപ്പെടുത്തുകയാണ്. മഹാന് സുജൂദിൽ കിടക്കുമ്പോൾ ആരായവർ രണ്ടുപേരും? ഒരാൾ വാപ്പയാണ്, മറ്റേത് ഉമ്മയാണ്. അസ്മാ ബീവിയുടെ മോനാണിത്, സുബൈർ ബിനുൽ അവ്വാം തങ്ങളുടെ മോനാണിത്. അല്ലാഹുമ്മ ഗഫിർ ലിസുബൈർ ബിനുൽ അവ്വാം വഅസ്മാ ബിൻത് അബീ ബക്കറിൻ. നമ്മുടെ ദുആകളിൽ സുജൂദിൽ കിടക്കുമ്പോൾ അല്ലാഹുമ്മ ഗഫിർ ലിവാലിദി, പേര് പറയാൻ കഴിയില്ലെങ്കിൽ എൻ്റെ പിതാവിന് പുറത്തു കൊടുക്കണേ, വഗഫിർ ലിവാലിദതി, എൻ്റെ മാതാവിന് പുറത്തു കൊടുക്കണമേ. ആ ഒരു കൊച്ചു ദുആ എങ്കിലും നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളുടെ സുജൂദിലെങ്കിലും നമുക്ക് ദുആ ഇറക്കാം. അല്ലാഹുമ്മ ഗഫിർ ലിവാലിദി, അല്ലാഹുമ്മ ഗഫിർ ലിവാലിദതി. പടച്ചവനെ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു ഉർവത്ത് ബിൻ സുബൈർ എന്നവര് റളിയല്ലാഹു അൻഹു. ഹനഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഹനഫി മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ വരെ രൂപപ്പെടുന്നതിന് കാരണക്കാരനായ ശൈഖ് അബൂ യൂസുഫ് റഹിമഹുല്ലാഹ്. അബൂ യൂസുഫ് തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ ദുആ ഇറക്കും, അല്ലാഹുമ്മ ഗഫിർ ലി അബവയ്യ വലി അബീ ഹനീഫ. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ, അബൂ ഹനീഫ തങ്ങൾക്കും പുറത്തു കൊടുക്കണമേ. സുന്നത്ത് നിസ്കാരത്തിൽ വരക്കാം, മലയാളത്തിൽ വരക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ.
അല്ലാഹുമ്മ ഗ്ഫിർ ലി വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾ, ഉമ്മ വാപ്പാന്ന് വേറിട്ട് പറയുന്നില്ലെങ്കിൽ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ. എൻ്റെ ഗുരുനാഥനും എൻ്റെ ഉസ്താദുമായ അബൂ ഹനീഫ തങ്ങൾക്കും പുറത്തു കൊടുക്കണമേ എന്ന് ദുആ ചെയ്യുന്ന അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ് അബൂ യൂസുഫ് റഹിമഹുല്ലാ. ഒക്കെ മാതൃകയാണ്. ത്വൽഖ് ഇബ്നു ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി യുഖബ്ബിലു റഅസ ഉമ്മിഹി, തൻ്റെ ഉമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെക്കാതെ പോയിട്ടില്ല. വകാന ലാ യംശി ഫൗഖ ളഹരി ബൈതിഹി വഹിയ തഹ്തഹു ഇജ്ലാലൻ ലഹാ. 2 തട്ടുണ്ടായിരുന്ന വീട്ടിൽ, ഇത് പറയുമ്പോൾ സാധ്യമാണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട് കേട്ടോ. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുമോ? അതെനിക്കറിയില്ല. ഞാനൊരു ഇൽമ പറഞ്ഞുതരാം. മഹാനായ ത്വൽഖ് ഇബ്നു ഹബീബ് എന്നവർ, അവരുടെ വീടിന് താഴെ നിലയുണ്ട്, മീത നിലയുണ്ട്. കാന ലാ യംശി ഫൗഖ ളഹരി ബൈതിഹി, തൻ്റെ വീടിൻ്റെ താഴത്തെ നിലയിൽ ഉമ്മ ഇരിക്കുകയാണെങ്കിൽ ആ ഉമ്മ ഇരിക്കുന്ന റൂമിൻ്റെ മുകളിലൂടെ മഹാനായ ത്വൽഖ് തങ്ങൾ നടക്കാറില്ലായിരുന്നു. ഇജ്ലാലൻ ലഹാ, തൻ്റെ മാതാവിനോടുള്ള ബഹുമാനം കാരണം. അപ്പം അതങ്ങനെ ചെയ്യണം. മേലെ അഫ്സലിൽ കയറി കൂടെ ഉമ്മ താഴെ ഉണ്ടെങ്കിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴത്തെ കാലമല്ലേ വെറുതെ ട്രോളുന്ന കാലം. മനുഷ്യന്മാർക്ക് തിരിയണമെന്നൊന്നുമില്ല, എന്തെങ്കിലും കളിയാക്കാൻ കിട്ടുമെന്ന നോക്കി നടക്കുന്നതാകെ. ഇതൊരു ദീനിൻ്റെ മാതൃകയാണ്. ത്വൽഖ് ഇബ്നു ഹബീബ് എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ തൻ്റെ മാതാവ് താഴെ ഇരിക്കുമ്പോൾ ആ മാതാവ് ഇരിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തുകൂടെ നടന്നു പോകാറില്ല. കാരണം ഇജ്ലാലൻ ലഹാ, മാതാവിനോട് കാണിക്കുന്ന ബഹുമാനമായിരുന്നു അത്. മാതാവിൻ്റെ, നമ്മളൊക്കെ സലാം പറയുമ്പോഴേ നമ്മൾ മലയാളികൾക്ക് ചില ചര്യകൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുണ്ട്. മാതാപിതാക്കൾക്ക് സലാം പറയുമ്പോൾ കൈമുത്തൽ സുന്നത്താണ്. തലമുത്ത എന്ന് പറയും. തലമുത്ത നെറ്റിയിൽ മുത്തലാണ്. നമ്മൾ യാത്ര പോവുകയാണ്, മക്കൾ സ്കൂളിലേക്ക് പോവുകയാണ്, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുക. ചെറിയ മക്കൾക്കത് ശീലിപ്പിക്കണം. നമ്മൾ വലിയ ആളുകളത് ചെയ്യണം. അതിന് മറുപടി വിചാരിക്കരുത്. ഈ മസല വാപ്പി മക്കളും കേൾക്കണം, അപ്പോഴേ നടക്കുള്ളൂ. അതിപ്പോൾ ഇതുവരെ ഇല്ലാത്ത എന്താ മോനെ നിനക്ക് സംഭവിച്ചതെന്ന് ചോദിക്കും. പിന്നെ വാപ്പ അതൊക്കെ ചെയ്യേണ്ട കാര്യമാണെന്ന് എന്നാ പഠിച്ചത്? ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വരും. കൈമുത്തുകയും നെറ്റിമുത്തുകയും ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരമാണ്. അത് മഹാന്മാർ ചെയ്തിരുന്നതാണ്. നമുക്കത് തുടങ്ങിക്കൂടെ? നാട്ടിലുണ്ടോ കള്ളാർ? അങ്ങനെ ഉണ്ടെങ്കിൽ കടന്നു പോയിക്കോട്ടെ. ഇല്ലെങ്കിൽ അത് തുടങ്ങണം. മടി ഉണ്ടാവോ? കുറവായി പോവോ? ക്ഷേമമായി തോന്നുന്നുണ്ടോ? നമ്മുടെ മാതാപിതാക്കളോടല്ലേ. അവർക്കല്ലാതെ ആർക്കാണ് നമ്മൾ ഇത്രമേൽ സ്നേഹം കൊടുക്കാൻ അവകാശപ്പെട്ടത്? കൈമുത്തുന്നു, നെറ്റിയിൽ ഉമ്മ വെക്കുന്നു, എന്നിട്ട് സലാം പറഞ്ഞു പോവാ. മഹാനായ ത്വൽഖ് ഇബ്നു ഹബീബ് തങ്ങൾ കാന യുഖബ്ബിലു റഅസ ഉമ്മി, ഉമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചിരുന്ന മഹാനാണ്. ആ ഉമ്മ താഴെ ഇരിക്കുമ്പോൾ വീടിൻ്റെ മീതലൂടെ നടന്നു പോകില്ല. എന്തുകൊണ്ട് നടക്കില്ല? ഇജ്ലാലൻ ലഹാ, ഉമ്മയോട് കാണിക്കുന്ന ബഹുമാനമായിരുന്നു അത്. ഇതൊക്കെ ആരെന്നറിയോ? വലിയ വലിയ പണ്ഡിതന്മാർ ചെയ്ത കഥ ഇപ്പം ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. സാധാരണക്കാരായ ആളുകൾ ചെയ്തതല്ല, വലിയ വലിയ ആലിമീങ്ങൾ. അപ്പം നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യാൻ കടപ്പെട്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി അസ്ബതു ദംബൻ അദീമാ ഫഹൽ ലീ മിൻ തൗബ. അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ വല്ലാത്ത ഗുരുതരമായൊരു തെറ്റ് ചെയ്തു പോയി നബിയേ, ഗുരുതരമായൊരു തെറ്റ് ഞാൻ ചെയ്തു പോയി. ഫഹൽ ലീ മിൻ തൗബ, എനിക്ക് വല്ല തൗബയുമുണ്ടോ? അല്ലാഹു എന്നെ സ്വീകരിക്കുമോ? അല്ലാഹു എന്നെ